ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ HCl molecule, the separation between the nuclei of two atoms is 1.27 angstrom. 1 angstrom is 10 raised to minus 10 meter. Find approximate location of the center of mass of the molecule given that chlorine atom is about 35.5 times as massive as a hydrogen atom and nearly all the mass of the atom is concentrated in nucleus. അതായത് HCl മോളിക്യൂളാണ്. ഇത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഒരു പോയിൻ്റ് മാസ്സായിട്ട് കരുതാം അല്ലേ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് അറിയാലോ, ഒരു പോയിൻ്റ് മാസ്സാണ്. അല്ല, ആറ്റത്തിൻ്റെ എല്ലാ മാസും അതിൻ്റെ ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. HCl മോളിക്യൂളിൽ ഹൈഡ്രജൻ ആറ്റത്തിനും ക്ലോറിൻ ആറ്റത്തിനും ഇടയ്ക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് സ്വല്പം കൂടുതലായിട്ട് കാണിക്കുകയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു ഹൈഡ്രജൻ മനസ്സിലായല്ലോ. HCl മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഒരു എൻഡിലും ക്ലോറിൻ മറ്റേ എൻഡിലുമാണ്. ആ രണ്ട് ആറ്റത്തിനിടയ്ക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ അല്ലേ. ഇത് ക്ലോറിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 1.27 ആങ്സ്ട്രം ആണ്. മനസ്സിലായല്ലോ. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1.27 ആങ്സ്ട്രം ആണ്. ആങ്സ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to minus 10 മീറ്റർ ആണ്. ഇപ്പോൾ തൽക്കാലം ആങ്സ്ട്രം തന്നെ എഴുതാം. ഇപ്പോൾ ക്ലോറിൻ കുറച്ചുകൂടി മാസീവാണ് അല്ലേ. എത്രയാണ്? 35.5 ടൈംസ് മാസീവ് അല്ലേ ദാൻ എന്താണ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ക്ലോറിൻ ആറ്റം കുറച്ചുകൂടി മാസ് കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിട്ട് വരും. മനസ്സിലായല്ലോ. ഇതിനെ മിഡിലാവില്ല, ക്ലോറിൻ്റെ കുറച്ചടുത്ത് വരും. ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തണമെങ്കിൽ ഇത് ഈ പോയിന്റിലായിരിക്കും അല്ലേ ഏകദേശം ബാലൻസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ പൊസിഷനാണ് അറിയേണ്ടത്, ശരിയല്ലേ. അതായത് ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് പോയിന്റ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലോറിൻ ആറ്റത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് സെൻറ്റർ ഓഫ് മാസ് ഇരിക്കുന്നത്, ഏതായാലും മതി. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് അറിയില്ല. ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ ന്യൂക്ലിയസിൻ്റെ മാസ് നമുക്ക് അറിയില്ല. തൽക്കാലം M ആണെന്ന് അസ്യൂം ചെയ്യുക, അറിയാത്തത് കൊണ്ട് M1 അല്ലെങ്കിൽ M1 M2 എന്ന് എഴുതിയേക്ക്. നമുക്ക് ഫോർമുല ഉപയോഗിക്കാൻ എളുപ്പമാവുമല്ലോ അല്ലേ. ഇതിൻ്റെ നമുക്ക് മാസ് M1, ഇതിൻ്റെ മാസ് M2 എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയാവോ? M2 ഈസ് ഈക്വൽ ടു 35.5 ടൈംസ് M1 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം M1 M2 എന്ന് എഴുതിയത്. പിന്നെ പൊസിഷൻ നമുക്ക് തൽക്കാലം ഒരു X ആക്സിസും Y ആക്സിസും വരച്ചേക്കാം അല്ലേ, ശരിയല്ലേ. ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്, ഇത് ഒറിജിനായിട്ട് എടുക്കാം അല്ലേ. ഈ ഹൈഡ്രജൻ ആയിട്ട് ഇരിക്കുന്നത് എവിടെയാണ്? ഒറിജിനിലാണ്. മനസ്സിലായാലും ഇത് X ആക്സിസ് ആണ്. ഇതെന്താണ്? ദിസ് ഈസ് X ആക്സിസ്. അപ്പോൾ HCl ഇരിക്കുന്നത് X ആക്സിസ് ആയിട്ട് എടുക്കുക. ഹൈഡ്രജൻ ആറ്റം ഇരിക്കുന്നത് ഒറിജിനിലാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കോർഡിനേറ്റ്സ് എവിടെയാണെന്ന് പറയാമോ? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കോർഡിനേറ്റ്സ് 0,0ലാണ്. M1ൻ്റെ കോർഡിനേറ്റ്സ് 0,0ലാണ്. M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലായിട്ട് 1.27 ആങ്സ്ട്രം ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ M2ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1.27 ആങ്സ്ട്രം, 0 എന്ന് എഴുതണം M2ൻ്റെ കോർഡിനേറ്റ്സ്. അതിനുള്ള കാരണം എന്താണെന്നറിയാലോ. M2 ഇരിക്കുന്നതും X ആക്സിസ് തന്നെയാണ്. അതിൻ്റെ X കോർഡിനേറ്റ് ആണ് 1.27 ആങ്സ്ട്രം, Y കോർഡിനേറ്റ് 0 ആണ്. X ആക്സിസിലായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോർഡിനേറ്റ്സ് അവിടെ എഴുതി വെക്കുക. M1 ഇരിക്കുന്നത് ഒറിജിനിലായതുകൊണ്ട് 0,0. നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുക. ക്ലോറിൻ ആറ്റം ഇരിക്കുന്നത് 1.27 ആങ്സ്ട്രം, 0ലാണ്. സെൻറ്റർ ഓഫ് മാസ് അറിയണം, ശരിയല്ലേ. സെൻറ്റർ ഓഫ് മാസ് നമുക്ക് എക്സാക്ട്ലി എവിടെയാണെന്ന് അറിയില്ല. നമുക്ക് തൽക്കാലം സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് ക്യാപിറ്റൽ X, ക്യാപിറ്റൽ Y ആണെന്ന് അസ്യൂം ചെയ്യുക. അതിൽ കണ്ടാലറിയാം ക്യാപിറ്റൽ Y 0 ആണെന്നുള്ളത്. എങ്കിലും ഞാൻ സ്റ്റെപ്പ് എഴുതിയിട്ട് 0 ആണെന്ന് കാണിക്കാം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് X, Yയിലാണെന്ന് അസ്യൂം ചെയ്യുക. ക്യാപിറ്റൽ Xും ക്യാപിറ്റൽ Yയും കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഓർക്കുന്നുണ്ടോ?
സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ടല്ലോ. ക്യാപിറ്റൽ ലെറ്റർ എക്സ് കാണാനുള്ള ഫോർമുല m1 ഇൻറ്റു ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് പ്ലസ് m2 ഇൻറ്റു ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് പ്ലസ് m3 ഇൻറ്റു ഇവിടെ m1 ഉം m2 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത്രയും മതി, ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എക്സ്. ഇപ്പോൾ m1 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ m1ൻ്റെ എക്സ് കോർഡിനേറ്റ്, m1ൻ്റെ എക്സ് കോർഡിനേറ്റ് 0 അല്ലേ നോക്കി. അപ്പോൾ m1 ഇൻറ്റു 0. m2 എന്ന് പറഞ്ഞാൽ 35.5 m1 ആണെന്ന് അറിയാം. m2ന് പകരം നമുക്കപ്പോൾ അതുകൊണ്ട് 35.5 m1 എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m2ൻ്റെ എക്സ് കോർഡിനേറ്റ്, ക്ലിയർ, m2ൻ്റെ എക്സ് കോർഡിനേറ്റ് 1.27 ആങ്സ്ട്രോം, 1.27 ആങ്സ്ട്രോം, ഓൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. m1 എന്നുള്ളത് m1 തന്നെ ഇരുന്നോട്ടെ. m2നെ നമുക്ക് 35.5 m1 എന്ന് എഴുതാം. m2നെ നമുക്ക് എങ്ങനെ എഴുതാം? 35.5 m1 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോഴെന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഇവിടെ m1 ഇൻറ്റു 0 0 ആയിപ്പോയി, അതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇവിടെ 1.27 ഇൻറ്റു 35.5 വരുന്നുണ്ട്. നോക്കിയേ, ആങ്സ്ട്രോം അതിന് ശേഷം എഴുതാമല്ലോ. 1.27 ഇൻറ്റു 35.5 അത് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യട്ടെ. ഇതെന്തായാലും പോയല്ലോ, ആ നമ്പർ ഒന്ന് എഴുതി വെച്ചേക്കട്ടെ. 35.5 ഇൻറ്റു 1.27 m1 ദാറ്റ് മച്ച് ആങ്സ്ട്രോം ഡിവൈഡഡ് ബൈ താഴെ m1 പ്ലസ് 35.5 m1 ആണ്, അത് 36.5 m1 ആവില്ലേ, അല്ലേ? ശരിയല്ലേ? ഇപ്പം 2x പ്ലസ് 3x 5x എന്ന് എഴുതാറില്ലേ? 2x പ്ലസ് 3x 5x. അതുപോലെ m1 പ്ലസ് 35.5 m1 ചെയ്ത് കഴിഞ്ഞാൽ 36.5 m1 ആയിരിക്കും. അപ്പോൾ ഫൈനലി എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? m1ഉം m1ഉം ക്യാൻസലായി പോവും. m1ഉം m1ഉം ക്യാൻസലായിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതായിട്ട് ഡിവൈഡ് ചെയ്യുക. ആ സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 35.5 ഇൻറ്റു 1.27 ബൈ 36.5 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1.23 ആങ്സ്ട്രം എന്ന് എഴുതാം, അല്ലേ? ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എക്സ്. 1.23 ആങ്സ്ട്രോമാണ് ക്യാപിറ്റൽ ലെറ്റർ എക്സ്. ക്യാപിറ്റൽ ലെറ്റർ വൈ 0 ആണെന്ന് അറിയാം, കാരണം അറിയാമല്ലോ, സെൻറ്റർ ഓഫ് മാസ് എക്സ് ആക്സിസ് തന്നെയാണ്. എങ്കിലും സ്റ്റെപ്പ് എഴുതിയേക്കാം. ക്യാപിറ്റൽ ലെറ്റർ വൈ കാണാനുള്ള ഫോർമുല m1 y1 പ്ലസ് m2 y2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണ്. നമ്മൾ പഠിച്ചതാണ് ഈ ഫോർമുല. m1 എന്ന് പറഞ്ഞാൽ m1 ഇൻറ്റു y1, m1ൻ്റെ y കോർഡിനേറ്റ് 0 അല്ലേ നോക്കി. m2നെ വേണമെങ്കിൽ 35.5 m1 എഴുതിക്കോ. m2ൻ്റെ y കോർഡിനേറ്റ് എന്താണെന്ന് നോക്കിയേ. m2ൻ്റെ y കോർഡിനേറ്റ് 0 ആണ്. ബൈ m1 പ്ലസ് m2. m2 എന്ന് പറഞ്ഞാൽ 35.5 m1 ആണ്. കണ്ടാൽ അറിയാം 0 ആണെന്ന്. ന്യൂമറേറ്റർ 0 ആണ്, കണ്ടില്ലേ? ന്യൂമറേറ്റർ 0 ആണ്, അപ്പോൾ അത് 0 ആണ്. അപ്പോൾ എക്സ് കോമ വൈ എവിടെ വരും? സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് ഞാനിവിടെ എഴുതാം. സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് 1.23 ആങ്സ്ട്രോം, 0. ഇതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ പൊസിഷനായിട്ട് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അതല്ലെങ്കിൽ ഇങ്ങനെ സെൻറ്റൻസിൽ എഴുതാം. സെൻറ്റർ ഓഫ് മാസ് ഈസ് അറ്റ് 1.23 ആങ്സ്ട്രോം, അല്ലേ? 1.23 ആങ്സ്ട്രോം എവേ ഫ്രം എച്ച് എന്ന് എഴുതി വെക്കാം. ക്ലിയർ ആയല്ലോ?